അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്ക് ചകിരിച്ചോറ് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അളവിലെടുത്തിട്ട് ചകിരിച്ചോറ് ഇങ്ങനെ നിറക്കുക. ഇങ്ങനെ നിറച്ചതിൻ്റെ ശേഷം നമ്മൾ ഇതിലെന്ത് പൊടിപ്പിച്ചെടുക്കുക. ചകിരിച്ചോറായത് അപ്പോൾ നമുക്ക് നുളോറ് മാങ്ങേൻ്റെ അണ്ടി വിത്ത് ഇതിലൊരു 3-4 പാകിയിട്ട് പൊടിപ്പിച്ചെടുക്കുക. എങ്ങനെയാണ് നോക്കാം. വിധി നുളോറ് മാങ്ങേൻ്റെ അണ്ടികളാണ്, വിത്തുകളാണ് ഇത്. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബണ്ടുകളെ എടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ പാകുക. അപ്പോൾ ഇത് കണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ബണ്ട. ഇത് നമ്മൾ കത്തി കൊണ്ട് കുത്തി ഇങ്ങനെ എടുത്താണ്. അതാ ഇങ്ങനെ ചില ഇതിൻ്റെ ഇതിൻ്റെ വിത്തിൻ്റെ ഉള്ളിൽ ബണ്ട് ജീവനോടെ ഉണ്ടാവും, ചിലതിൻ്റെ ഉള്ളിൽ പൊടിയങ്ങായി പോവും ചത്തിട്ട്. അപ്പോൾ ഇത് കണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ പൊടി ഇത് കണ്ടെങ്കിൽ ഈ പൊടി ഇങ്ങനെ ഇത് ഇതിൻ്റെ ബണ്ട് ചത്തുപോയതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്താണോ ഇങ്ങനെ എടുത്തു കഴിയുക. ഇങ്ങനെ എടുത്ത് അതിൻ്റെ ശേഷം നമ്മളെന്ത് ചെയ്യുക, ഇതിൽ ഒരു 3-4 ഇതിൽ പൊടിപ്പിക്കുക. ഒന്ന് ഞാൻ പൊടിപ്പിച്ച് കാണിച്ചു നിങ്ങൾക്ക്. ഇത് കണ്ടെങ്കിൽ ഇത് ഞാൻ പൊടിപ്പിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഈയിൽ തന്നെ നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് ദേശം ചാണകപ്പൊടി ഇതിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈയിൽ തന്നെ നമുക്കൊരു 4 ഇതിപ്പോൾ ഒന്നാണ് ഞാൻ പൊടിപ്പിച്ചത്. അതൊരു പരീക്ഷണത്തിന് നമുക്ക് പൊടിക്കുക നോക്കിയതാണ്. ഇനിയിപ്പോൾ ഈയിൽ നമുക്കൊരു 4 ഇങ്ങനെ എന്നാൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ബലിച്ചിങ് എടുക്കാം. മണ്ണിലാവുമ്പോൾ അതും പൊടിച്ചെടുക്കും. ഇത് വേദനയിൽ വേരോടെ നമുക്ക് പൊടിച്ചെടുത്തിട്ട് പേക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആക്കി എടുക്കുക. ഇത് കണ്ടെങ്കിൽ ഇതിപ്പോൾ ബണ്ട് എടുത്താൽ ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടാവും. ഇങ്ങനെ ഇത് ചിലത് ജീവനോടെ ഉണ്ടാവും. നമുക്കിപ്പം ജീവനോടെ കിട്ടിയേക്ക് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് എടുത്ത് തരിക. ഇതിൻ്റെ ശേഷം കണ്ടെങ്കിൽ പൊടി ഇതങ്ങ് എടുത്ത് കളയണം. എന്നിട്ട് ആദ്യം നമ്മളിപ്പോൾ ഇതിലൊരു 4 നമുക്ക് പാകാം. ഇതിൽ 4 പാകിയതിൻ്റെ ശേഷം നല്ലോണം ഇതും കൂടി നമ്മൾ നോക്കാം. ബണ്ട് എടുക്കുക. വിത്തിൻ്റെ ഈ സൈഡിലാണ് ഈ ബണ്ട് നിൽക്കുക. ഇതുണ്ടെങ്കിൽ ഇത് നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ ആക്കിയില്ല. ഇതുണ്ടെങ്കിൽ വേറെ തന്നെ തുള കണ്ടെങ്കിൽ ഒരു ഒട്ടതാ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ പൊടി കണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ കുത്തി അങ്ങ് എടുത്താണ്. ഇല്ല ഒന്ന് പോയാൽ ഉണ്ടെങ്കിൽ ഒരു വേണ്ടാന്ന് തോന്നുന്നത് ഇത് ജീവനോടെ ഉണ്ട്. ഇങ്ങനെ അങ്ങ് എടുത്ത് കഴിയുക. ഉണ്ടെങ്കിൽ അത് ജീവനോടെ ഉള്ളൊരു ബണ്ട. അപ്പോൾ ഇതും എന്ത് ചെയ്യും, നമ്മൾ ഇതൊരു സൈഡിൽ ഇങ്ങനെ അവിടെ അത് യാത്തിയാലും എന്ത് ചെയ്യല കിട്ടില്ല. ഇങ്ങനെ എടുക്കുക. 3 ഇനി ഒന്നും കൂടി നമ്മൾ ഇതിൽ പാകുക. ഇത് റെഡിയാക്കിയ ഒന്ന് ഇവിടെ അങ്ങ് വെച്ച് കൊടുക്കുക. ഇവിടെ ഇതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ കുറച്ച് നനച്ചതിന് ശേഷം നമ്മൾ എടുത്തിൽ പാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു 10 ഞാൻ ഇപ്പം പാകിന് ഒരു 40 വിത്ത് ഇങ്ങനെ പാകി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അല്ലാണ്ടും കൊടുക്കാം. നമുക്ക് പാക്കറ്റിലാക്കിയിട്ടും കൊടുക്കാം. ഇനി നമുക്ക് ബെഡ് ചെയ്യാനും ഇത് ഉപയോഗിക്കാം. വേറെ കൊമ്പ് മുറിച്ച് ടീമിൽ ഒട്ടിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ എൻ്റെ നേഴ്സറിയിലാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മാത്രമായി പൊടിപ്പിക്കണമെങ്കിൽ ചകിരിച്ചോറ് ഇങ്ങനെ വെച്ചിട്ട് നനച്ചിട്ട് റെഡിയാക്കി എടുക്കാം. നമുക്ക് പൊരിച്ചെടുക്കുകയും സുഖം, വേഗം പോരുകയും ചെയ്യും. വേറെ പാക്കറ്റിലാക്കുകയും ചെയ്യും. അങ്ങനെ ആക്കി എടുക്കാം. ഓക്കെ.